ഹായ്, എസ്എൽ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുരുഷന്മാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമുണ്ട്. അതായത് ഇപ്പോൾ ലേഡീസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കെയർ കിട്ടണം, അതായത് നമ്മളെ ഒരുപാട് സ്നേഹിക്കണം, കെയർ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നുണ്ടാവുക. ആ രീതിയിൽ പ്രണയിക്കണം എന്നാണ് വിചാരിക്കുക. ഒരുപാട് റൊമാൻറ്റിക് ആവണം, ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ പൊതുവേ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ചിലർക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പുരുഷന്മാർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്നേഹം അവർക്ക് കൊടുത്താൽ മാത്രമാണ് അവർക്കതിൽ പൂർണ്ണത ഫീൽ ചെയ്യുള്ളൂ. അതായത് നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ പെരുമാറിയേ പറ്റൂ. എന്ന് കരുതി അങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതല്ല. ചെറിയ രീതിയിലെങ്കിലും നമ്മൾ അത്തരത്തിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എങ്ങനെയാണ് ഒരു പുരുഷനെ ശരിക്കും സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സ്നേഹം എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്, മനസ്സിലാക്കുക എന്നുള്ളത്. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ളത്. സോ ഇവരും ഇതന്നെ ചിന്തിക്കുന്നുണ്ടാവുക, അവരെ നന്നായിട്ട് മനസ്സിലാക്കണം, അവർക്ക് അവരായിട്ട് തന്നെ ഇരിക്കാൻ കഴിയണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത്, അതായത് അതിന് മുന്നേ വരെ അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം. പക്ഷേ ഇത് റിലേഷൻഷിപ്പിലായതിനു ശേഷം പല കാര്യങ്ങളും അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ മുമ്പിൽ പല രീതിയിലും അഭിനയിക്കേണ്ടതായിട്ട് വരും. ചില സ്വഭാവങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് കാണിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കാത്ത രീതിയിലാവേണ്ടി വരും. ചിലപ്പോൾ കുറേ ഗേൾസിനോട് സംസാരിച്ചിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റാണ്ടേ ആവും. അപ്പോൾ ഈ രീതിയിൽ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് പല ആളുകൾക്കും റിലേഷൻഷിപ്പിൽ. അത് അവരെ ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പോലെ തന്നെ ആ പേഴ്സൺ പല രീതിയിലും ഇവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. സോ അങ്ങനെ ആവുമ്പോൾ ഇയാൾക്ക് ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരായിട്ട് ഇരിക്കാൻ പറ്റുക, അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് അവരുടെ സ്വഭാവം, അല്ലെങ്കിൽ എപ്പോഴാണ് അവർ ഹാപ്പി ആയിരിക്കാം, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷം വരുന്നത്, എന്തൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ അറ്റൻഷനാണ്. അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഈ ശ്രദ്ധ കിട്ടണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതായത് നമുക്ക് അവരോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവർക്ക് നമ്മളെയും സ്നേഹിക്കാൻ തോന്നുള്ളൂ. നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നേ ഇല്ല, നമ്മൾ മറ്റു പല കാര്യങ്ങളിലുമാണ് ശ്രദ്ധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവരെന്തെങ്കിലും കാര്യം സീരിയസ് ആയിട്ട് പറയാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ പുരുഷന്മാരെന്ന് പറയുമ്പോൾ പൊതുവേ സംസാരം കുറവുള്ള ആളുകളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് സംസാരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ഒരു 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ആ സംസാരിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആയിരിക്കും ഉണ്ടാവുക. അതായത് മീൻസ് ആ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ടൈമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ആ പറയാനുള്ള കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. അപ്പം നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇപ്പം എൻഗേജ്ഡ് ആയിരിക്കുകയാണ്, വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ ആ ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ ആ സംസാരം അവിടെ നിർത്തും എന്നുള്ളത് മാത്രമല്ല, നമ്മളോടുള്ള താല്പര്യം പോകുന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും വഴക്കുണ്ടാക്കാറുണ്ട്, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല, നീ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർ സംസാരിക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളത് കേട്ടിരിക്കാൻ മനസ്സ് കാണിക്കണം, ഇല്ലെങ്കിൽ അവർക്കത് വല്ലാതെ ഹേർട്ട് ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഫ്രീഡമാണ്. നല്ല രീതിയിൽ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടാവും, അത് നൽകണം. പലപ്പോഴും പല റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് പല സമയത്തും അവർക്ക് കിട്ടിയിരുന്ന ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട സംഭവമല്ല, അത് അവർക്ക് ഉള്ളൊരു കാര്യമാണ്. മീൻസ് അവരുടെ അവകാശങ്ങളിൽ ഒന്നാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സോ നമ്മളത് പിടിച്ചു വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു ആൺകുട്ടിയെ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ മോശമുള്ളൊരു കാര്യമാണ്. മറ്റുള്ള പെൺകുട്ടികളോട് സംസാരിക്കാൻ പാടില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പാടില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കണം, അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നോട് പറയണം, ഇങ്ങനെയൊക്കെ പല പെൺകുട്ടികളും വാശി പിടിക്കാറുണ്ട്. അത് തീരെ ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ്. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് ഫ്രീഡം അവർക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് അവർ മോശമാവാനൊന്നും പോകുന്നില്ല.
അപ്പോൾ നമ്മൾ അവരെ വിശ്വസിക്കാനാണ് ശ്രമിക്കേണ്ടത്, വിശ്വാസത്തിലാണ് എല്ലാം ഇരിക്കേണ്ടത്. അവരെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീഡം ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് തീരെ സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ ആ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പിന്നെ അവർ വിട്ടുപോയേ, നമ്മളെ ചതിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ നമ്മൾ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുക. ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ റെസ്പെക്റ്റ് ആണ്. ബഹുമാനം അത് കൊടുത്തേ മതിയാവും. നമ്മൾ ഒരിക്കലും അവരോട് ബഹുമാനം ഇല്ലാത്തതുപോലെ പെരുമാറരുത്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം സ്ത്രീയും പുരുഷനും ഈക്വൽ ആണ് എന്നുള്ളതാണ്. എങ്കിൽ പോലും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട് പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഒരു പടി മുകളിലാണ് എന്നുള്ളത്. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും പലരുടെയും ഉള്ളിലുണ്ടായിരിക്കാം. അതൊരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് പണ്ട് മുതലേ ഉള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെ മനസ്സിലും അത് വരാറുണ്ട്, എല്ലാ പുരുഷന്മാരുടെ മനസ്സിലും ഉണ്ട്. പുരുഷന്മാരെന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളെക്കാൾ ഒരുപടി മുകളിലായിട്ടുള്ള ആളുകളാണെന്നുള്ളത് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുന്ന ചിന്തയാണ്. അത് തെറ്റായൊരു ചിന്തയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെയൊന്നും അല്ല, അത് സ്വാഭാവികമായിട്ടും വരുന്ന ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസ്പെക്ട് എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നതും കിട്ടേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ഇപ്പോൾ പൊതുവെ പണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഇപ്പോൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും അവരുടെ പേര് പോലും വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നില്ല. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, അതൊക്കെ അതൊക്കെ വെറുതെ ഉള്ളതാണ്, അല്ലെങ്കിൽ വലിയ നല്ല ആചാരമൊന്നല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. എങ്കിൽ പോലും അത് ബഹുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്, പേര് പോലും വിളിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അവർ തിരിച്ച് എഡി എന്നൊക്കെ വിളിക്കാറുണ്ട്, ബിക്കോസ് അവരുടെ ഭാര്യയാണെന്നുള്ള രീതിയിലാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എടാ എടി എന്നൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഉള്ളിൽ ബഹുമാനം ഉണ്ടായിരിക്കും, ബഹുമാനത്തോടെ സംസാരിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ എടാന്ന് വിളിക്കുന്നത് കൊണ്ട് ബഹുമാനം നഷ്ടമാവും എന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതിലൊന്നും നല്ല കാര്യമുള്ളത്, പക്ഷെ ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതൊരു കാര്യം പറയുമ്പോഴും ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിലും അവരോട് ചോദിക്കാൻ തയ്യാറാവുക. ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതല്ല, എങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ആകുമോ, ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ചോദിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമല്ല. ഇതൊക്കെ നമുക്ക് അവരോട് ബഹുമാനമുണ്ട് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ റെസ്പെക്റ്റോട് കൂടിയിട്ട് അവരോട് പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്നേഹമാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ചോദിച്ചറിയുക, അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാവുന്ന എഫേർട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഏതൊക്കെ സമയത്താണ് വിഷമിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുക എന്നുള്ളത് എപ്പോഴും അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അവർ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും. അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിട്ടിട്ട് പോവില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മളെക്കാൾ സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവർ പോകുമെന്നുള്ളത്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ അവരെ സ്നേഹിക്കാതിരിക്കണം. നമ്മൾ അവരാഗ്രഹിക്കുന്ന രീതിയിലൊക്കെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റാരെ കണ്ടു കഴിഞ്ഞാലും അവർ പോവില്ല. ബിക്കോസ് അവർക്ക് ഇപ്പോൾ ഉള്ളിൽ ഭയങ്കര സൗന്ദര്യം എന്നുള്ളതല്ല. ചിലപ്പോൾ ആദ്യമൊക്കെ പുരുഷന്മാർ നോക്കുന്നുണ്ടാവുക ഈ ഒരു സൗന്ദര്യമാണ്. ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് സൗന്ദര്യം നോക്കാറുണ്ട്, അങ്ങനെയാണ് സ്നേഹിക്കാറുള്ളത്. പക്ഷെ പോകെ അവർ സൗന്ദര്യം കാണുന്നത് സ്വഭാവത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും അങ്ങനെയല്ല, ചില ആളുകൾ ഡിഫറെൻ്റ് ആണ്, ചില ആളുകൾ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. എങ്കിലും ഉള്ള ഭൂരിഭാഗം ആളുകളും ഈ പറഞ്ഞ കാറ്റഗറിയിലാണ്. അതായത് ആദ്യമൊക്കെ സൗന്ദര്യം നോക്കിയെങ്കിലും പിന്നീട് അവർ സ്വഭാവത്തിലാണ് ഭംഗി കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 4-5 കാര്യങ്ങളിൽ ഈ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയുണ്ടാവില്ല. പുരുഷന്മാർക്ക് പൊതുവെ അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആളുകളാവില്ല. പക്ഷെ അങ്ങേയറ്റം അവർ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അവർ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ, ഈ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾ അവരോട് പെരുമാറുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. ഇതൊക്കെയാണ് പൊതുവെ പുരുഷന്മാർ ആഗ്രഹിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇപ്പോഴും കാണുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്